First question. Why do we store silver chloride in dark colored bottles? ഇത് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് AgClനെ ഡാർക്ക് കളർ ബോട്ടിൽസിൽ കെപ്റ്റ് ചെയ്യുന്നത്? AgClനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? സൺലൈറ്റിന്റെ പ്രസൻസിൽ അത് ഫാസ്റ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് പുതിയ പ്രൊഡക്ട്സ് ആണ് കിട്ടുന്നത്. സോ ഈ ഡീകമ്പോസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AgClനെ ഡാർക്ക് കളർഡ് ബോട്ടിൽസിൽ കെപ്റ്റ് ചെയ്യുന്നത്. സോ ഈ ടൈപ്പ് റിയാക്ഷനെ എന്ത് വിളിക്കും? ഫോട്ടോ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ആ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എക്സ്പ്ലനേഷൻസും വേണം. അതേപോലെ തന്നെ കെമിക്കൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. What happens when water is added to quicklime? What type of reaction it is? അപ്പോൾ ക്വിക്ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത്? അതേപോലെ തന്നെ ആ ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്താണെന്ന് കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. സോ ക്വിക്ലൈമിൻ്റെ ഫോർമുല അറിയാമല്ലോ, CaO ആൻഡ് വാട്ടർ. ക്വിക്ലൈമും വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ പുതിയൊരു പ്രൊഡക്റ്റാണ് കിട്ടുന്നത്. അതിന് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയും, അഥവാ CaOH ടോയ്സ്. അപ്പോൾ രണ്ട് റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് പുതിയ ഒരു ന്യൂ പ്രൊഡക്റ്റ് ഫോം ചെയ്യും. അത് സിംഗിൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് റിയാക്ഷൻ നമ്മൾ എന്ത് വിളിക്കും? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയും. സോ CaO plus H2O gives CaOH twice എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. അതേപോലെ തന്നെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുമുണ്ട്. സോ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ എന്തായിരിക്കും? എക്സോതെർമിക് റിയാക്ഷൻ കൂടിയാണ്. സോ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ചോദിക്കുമ്പോൾ കോമ്പിനേഷൻ റിയാക്ഷനും, അതേപോലെ തന്നെ ഹീറ്റ് ലിബറേഷൻ്റെ കേസ് ചോദിക്കുമ്പോൾ എക്സോ ആണ്, എൻഡോ അല്ല. അത് മറക്കരുത്. തേർഡ് ക്വസ്റ്റ്യൻ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ ഡയഗ്രത്തിൻ്റെ അകത്തുനിന്ന് 4 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ്. അപ്പോൾ ഈ ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയഗ്രാം. ഏതായിരിക്കും ആ പ്രോസസ്സ്? ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ വാട്ടർ ഡീകമ്പോസ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് റിയാക്ഷൻ്റെ പേരെന്താണ്? ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ ഓഫ് വാട്ടർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോമ്പോസിഷൻ ഓഫ് ഗ്യാസസ് കളക്റ്റഡ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ്. ആനോഡിലും കാഥോഡിലും 2 ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? വാട്ടറിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം 2 ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓക്സിജനും ഒന്ന് ഹൈഡ്രജനുമാണ്. അതിൻ്റെ കോമ്പോസിഷനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മറന്നുപോലെ ഗ്യാസ് ഏതൊക്കെയാണെന്ന് മാത്രമല്ല അതിൻ്റെ കോമ്പോസിഷനും കൂടി നമുക്ക് എഴുതണം. നമുക്കിനി ആൻസർ നോക്കാം. അപ്പോൾ ആൻസർ കറക്റ്റായിട്ട് എഴുതണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷനും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? 2H2O gives 2H2 plus O2 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ അല്ലെ? വാട്ടർ ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഇക്വേഷൻ. അപ്പോൾ ഏതൊക്കെയാണ് 2 ഗ്യാസസ്? ഹൈഡ്രജനും ഓക്സിജനും. നോക്കിക്കുക, ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ്? 2 molecules ഓഫ് H2 ആണ്. ബട്ട് ഓക്സിജൻ എത്രയായിരിക്കും? 1 molecule ആണ്. അപ്പോൾ ഓക്സിജനേക്കാളും ഡബിൾ എമൗണ്ട് ആയിരിക്കും എന്ത്? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ 2:1 എന്ന് എഴുതിയാലും കറക്റ്റാണ്. അല്ലെങ്കിൽ ഓക്സിജനേക്കാളും ഡബിൾ കോമ്പോസിഷൻ ആണ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. നമുക്ക് ആൻസർ ഒന്ന് ജസ്റ്റ് നോക്കാം. ബി, ദ ഗ്യാസ് കളക്റ്റഡ് അറ്റ് കാഥോഡ് ഈസ് ഹൈഡ്രജൻ വിച്ച് ഇസ് ഡബിൾ ദ വോളിയം ഓഫ് ഓക്സിജൻ കളക്റ്റഡ് അറ്റ് ആനോഡ്. ഇതാണ് എൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? 2H2O gives 2H2 plus O2. എയും ബിയും സിയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ലാസ്റ്റ് പാർട്ട് ഡി ആണ് തന്നേക്കുന്നത്. ദ റിയാക്ഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇഫ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആർ നോട്ട് ആഡഡ് ടു വാട്ടർ. നമുക്കറിയാം ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടറിൽ നോർമൽ വാട്ടർ ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അതായത് ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നോർമൽ വാട്ടർ. സോ നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ആഡ് ചെയ്യണം? ആസിഡിഫൈഡ് വാട്ടർ ആയിരിക്കണം. ഇവിടെ പറയുന്നുണ്ട് ഈ റിയാക്ഷൻ ആസിഡ് ആഡ് ചെയ്തില്ലെങ്കിൽ കണ്ടക്ട് ചെയ്യത്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പം റീസൺ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നോർമൽ വാട്ടർ. അതായത് വാട്ടർ ഈസ് നോട്ട് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സൾഫ്യൂരിക് ആസിഡ് ഈസ് ആഡഡ് ഇൻ ദ വാട്ടർ ടു മേക്ക് ഇറ്റ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻസ്.
ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ കെമിക്കൽ ഇക്വേഷനിലെ റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇക്വേഷൻസ് തരും, ആ ഇക്വേഷനിൽ നിന്ന് റെഡ്യൂസിങ് ഏജന്റോ അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റോ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി അല്ലെ. NH3 + 5O2 4NO + 6H2O. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ അഡീഷൻ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ലോസ് ഓഫ് ഹൈഡ്രജൻ ആയിരിക്കും ഓക്സിഡേഷൻ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഏതാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് അല്ലെ. അപ്പൊ ഓക്സിഡേഷൻ നടക്കുന്നതായിരിക്കും റെഡ്യൂസിങ് ഏജന്റ്. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് നോക്കിക്കേ, ഇതിൽ റിയാക്ടൻസ് രണ്ടെണ്ണം ഉണ്ട്, NH3യും ഓക്സിജനും. ഈ NH3 എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്ത്? NO ആയിട്ടാണ് കൺവേർട്ട് ചെയ്ത് അല്ല. അതിന്റെ മീനിങ് എന്തായിരിക്കും? ഹൈഡ്രജൻ ലോസ് ചെയ്ത് അല്ലെ. ലോസ് ഓഫ് ഹൈഡ്രജൻ വരെയാണ് അതെന്ത് ചെയ്തത്? ഓക്സിഡേഷൻ നടന്നത്. അപ്പൊ ഇതിൽ ഓക്സിഡേഷൻ ഏജന്റ് അല്ല, ഓക്സിഡേഷൻ ഏതാണ്? NH3. അപ്പം ഓക്സിഡേഷൻ നടന്നതായിരിക്കും എന്ത്? റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഇതിൽ റെഡ്യൂസിങ് ഏജന്റ് ഏതായിരിക്കും? NH3. സെയിം ആണ് അല്ലെ. അപ്പൊ NH3 ആണ് ഇതിൽ റെഡ്യൂസിങ് ഏജന്റ്. വൈ? Because it undergo oxidation. So the answer is NH3 is the reducing agent. Next question, fifth one. To balance the following chemical equation, the values of the coefficient x, y and z must be respectively. അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ താഴെ തന്നിട്ടുള്ള അതിൽ കോയിഫിഷ്യൻസ് തന്നിട്ടില്ല. അപ്പോൾ കോയിഫിഷ്യൻസ് വേണം നമ്മൾ അതിനെ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കണം. എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കണം. സോ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കാം. കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ആദ്യമേ എഴുതി, ഇനി ഈ ഇക്വേഷൻ നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ബാലൻസ് ചെയ്ത് നോക്കാൻ ഈസി മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് അതിനെ 2 ബോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ബോക്സിൽ LHSനും രണ്ടാമത്തെ ബോക്സിൽ RHSനും. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ആറ്റംസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തു. അറിയാലോ, സിങ്ക് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ. റൈറ്റ് സൈഡും സെയിം നമ്പർ ഓഫ് ആറ്റംസ്, നമ്പർ ഓഫ് ആറ്റംസ് അല്ല, സെയിം ആറ്റംസ്, ഇസഡിനും നൈട്രജനും ഓക്സിജനും. ഇനി ഓരോന്നിന്റെ നമ്പേഴ്സ് എടുത്തെഴുതാം. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കേ, സിങ്ക് എത്ര എണ്ണം ഉണ്ട്? 1. നൈട്രജൻ എത്ര എണ്ണം ഉണ്ട്? ബ്രാക്കറ്റിൽ 2 ഉണ്ട് അല്ലേ, അപ്പം 2. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 3 × 2 ആണ്. സോ ദാറ്റ് ഈസ് 6. ഇനി റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കേ, സിങ്ക് എത്ര എണ്ണം ഉണ്ട്? 1. ദെൻ നൈട്രജൻ 1. ഓക്സിജൻ എത്രയുണ്ട്? 3 പ്രൊഡക്റ്റിന്റെ അവിടെയും ഓക്സിജൻ ഉണ്ട് അല്ലെ. ഒന്നാമത്തേൻ്റെ അവിടെ 1, ദെൻ രണ്ടാമത്തെ 2 എണ്ണം ഉണ്ട്, മൂന്നാമത്തിൽ ഓക്സിജനിൽ 2 എണ്ണം. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 1 + 2, 2 + 2, ടോട്ടൽ 5 ആറ്റംസ്. സിങ്ക് ഓൾറെഡി 1, 1 ബാലൻസ്ഡ് ആണ്. നൈട്രജൻ നോക്ക്, ലെഫ്റ്റ് സൈഡിൽ 2ഉം റൈറ്റ് സൈഡിൽ 1 ഉള്ളൂ. അപ്പം നൈട്രജൻ ഒന്ന് ബാലൻസ് ചെയ്താലോ, ഇവിടെ റൈറ്റ് സൈഡിൽ 2 ആവണം. സോ ഞാൻ റൈറ്റ് സൈഡിൽ 2 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു. അപ്പം നൈട്രജൻ ഓൾറെഡി 2 ആയി റൈറ്റ് സൈഡിൽ. അറ്റ് ദ സെയിം ടൈം ഓക്സിജൻ്റെ നമ്പർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. NO2 ആകുമ്പോൾ കോയിഫിഷ്യൻ 2 കൊടുത്ത് ഓക്സിജൻ്റെ നമ്പറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ഓക്സിജൻ ഒന്ന് ടോട്ടൽ എണ്ണി നോക്കിക്കേ, ഇവിടെ ഈ കോമ്പൗണ്ടിൽ തന്നെ 2 × 2 4 ആകും. ഇനി ഇവിടെ 1 ഉണ്ടായിരുന്നു, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാവും? 4 + 2 6, 6 + 1 7 ആവും അല്ലേ. ഇനി നോക്കിക്കേ, RHSും LHSും കൂടെ നോക്കുമ്പോൾ നൈട്രജൻ ഓക്കെ ആയി, ഓക്സിജൻ ഓക്കെ അല്ല അല്ലേ. അപ്പോൾ ഓക്സിജൻ ഏ സൈഡിലാണ് ഏറ്റവും കുറവ്? LHSലാണ് ഏറ്റവും കുറവ്. അപ്പോൾ LHSൽ ഓക്സിജൻ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതെ, NO3 ടോയ്സിൽ ഏറ്റവും ചെറിയ നമ്പർ 2 കൊടുക്കണം. നമുക്ക് 2 ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം കോയിഫിഷ്യന്റ്. അപ്പോൾ 2 ആഡ് ചെയ്തപ്പം സിങ്കും നൈട്രജൻ ഓക്സിജൻ എല്ലാം ചേഞ്ച് ചെയ്തു. ഇവിടെ LHSൽ. അപ്പോൾ സിങ്ക് എത്രയായി? LHSൽ 2 ആയി. നൈട്രജൻ എത്രയായി നോക്കിക്കേ, ഇവിടെ 2 ഇട്ട് കൊടുക്കുമ്പം 2 × ഇവിടുത്തെ ഒരു 2ഉം കൂടി ഉണ്ട് അല്ലേ, 4 ആയി. ഇനി ഓക്സിജൻ എത്രയായി നോക്കിക്കേ, 2 ഓൾറെഡി ഉണ്ടായിരുന്നു, ഇവിടെ 6 ആയിരുന്നു അല്ലേ. അപ്പോൾ 6 × 2 എത്രയാവും? 12 ആയി. ഇനി ഈ സൈഡിലോട്ട് നോക്കിക്കേ, ഈ സൈഡിൽ നമുക്ക് പിന്നെയും ഈക്വൽ ആക്കണം. RHSൽ സിങ്ക് 2 ആക്കണമെങ്കിൽ എന്ത് ചെയ്തു? ഇവിടെ 2 ഇട്ട് കൊടുത്തു, ഇവിടെ 2 ആയി ഓൾറെഡി. ഇനി നൈട്രജൻ 4 ആവണമെങ്കിൽ
ഇതിനെ ഒന്നുകൂടെ ചേഞ്ച് ചെയ്തിട്ട് നൈട്രജൻ 4 ആക്കാൻ എന്ത് ചെയ്തു? ഇവിടെ ഓൾറെഡി 2 ആയിരുന്നു എഴുതിയത്. ആ 2നെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് എന്താക്കി? അവിടെ നമുക്ക് 4 ആക്കാം. അപ്പം ഇവിടെ എന്തായി? നൈട്രജൻ 4 ആയി അല്ലേ? ഇപ്പം സിങ്ക് ഓക്കെ ആയി, നൈട്രജൻ ഓക്കെ ആയി. അപ്പം നൈട്രജനും സിങ്കും മാറ്റിയപ്പോൾ ഓക്സിജൻ നമ്പേഴ്സിന് ചേഞ്ചസ് വന്നു. ഇനി ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 4 × 2 ആയി, അതായത് 8 ആയി. ലാസ്റ്റിൽ ഓൾറെഡി 2 ഉള്ളൂ. ഇനി ടോട്ടൽ ഒന്ന് കൗണ്ട് ചെയ്തേ. 2 + 8 10, 10 + 2 12. അപ്പം ഈസി, കറക്റ്റ് ആയില്ലേ? ബാലൻസ്ഡ് ആയില്ലേ? സിങ്കും രണ്ട് സൈഡിൽ 2 ആയി, നൈട്രജൻ 4 ആയി, ഓക്സിജനും രണ്ട് സൈഡിൽ 2 ആയിട്ടുണ്ട്. സോ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. അപ്പം കറക്റ്റ് ആയിട്ടുള്ള കോയിഫിഷ്യൻ്റ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. എക്സും വൈ ഇസഡ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം എക്സ് എത്രയായിരിക്കും? 2 ആണ്. വൈയുടെ അവിടെ എന്താണ്? 2t. ഇസഡിൻ്റെ അവിടെ എന്തായിരിക്കും? 4. സോ ദ ആൻസർ ഈസ് 2, 2, 4. ഇതാണ് നമ്മുടെ കോയിഫിഷ്യൻ്റ്. ഈ രീതിയിൽ വേണം ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ. നമ്പർ 6. A metal ribbon X burns in oxygen with a dazzling white flame from a white dash Y. The correct description of S, Y and type of reaction is. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. MCQ പോലൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ എക്സും വൈയും ഏതാന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് ഓഫ് റിയാക്ഷനും. അപ്പോൾ ഏതായിരിക്കും? മാഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഏത് റിബൺ ആയിരിക്കും? മാഗ്നീഷ്യം. അപ്പം വൈ ഏതായിരിക്കും? മാഗ്നീഷ്യം ഓക്സൈഡ്. രണ്ടുമുള്ള ഓപ്ഷൻ ഏതാ ഉള്ളത്? ഓപ്ഷൻ ബി. അങ്ങനെയാണെങ്കിൽ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഏതായിരിക്കും? കോമ്പിനേഷൻ റിയാക്ഷൻ. ഫൈ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. 4 ഇക്വേഷൻസ് താഴെ തന്നിട്ടുണ്ട്. ഇതിൽ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CH4 + 2O2 gives CO2 + 2H2O. ഈ റിയാക്ഷൻ കണ്ടാലേ നമുക്ക് മനസ്സിലാവും. നോക്കിക്കേ, CH4 എന്തായിട്ട് കൺവേർട്ട് ചെയ്ത് CO2 ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് ഹൈഡ്രജനെ ലോസ് ചെയ്തു. അവിടെ ഓക്സിഡേഷൻ നടന്നു. രണ്ടാമത്തേതിപ്പോൾ എന്തായിരിക്കും? ഓക്സിജൻ H2 ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതായത് ഹൈഡ്രജനെ ഗെയിൻ ചെയ്തു. അപ്പോൾ ഇത് ഓക്സിഡേഷൻ റിഡക്ഷൻ കൂടെ നടക്കുന്ന ഒറ്റ ടൈപ്പ് റിയാക്ഷനേ ഉള്ളൂ. ആ റിയാക്ഷനെ വിളിക്കുന്ന പേര് ഏതായിരിക്കും? റിഡോക്സ്. ഈ റിയാക്ഷൻ ഏതാണ്? റിഡോക്സ്. ഈ രണ്ടാമത്തെ നോക്കിക്കേ, PbNO3 twice + Ki ഈ PbI2 + 2KNO3. ഇത് ഏതായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് നടന്നു അല്ലേ? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റംസിനെ ഇന്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത് ഏതായിരിക്കും? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. ഇനി CaO + H2O gives CaOH twice. രണ്ട് റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് സിംഗിൾ പ്രൊഡക്റ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ ഏതായിരിക്കും? കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനി ലാസ്റ്റ് വൺ, CuSO4 + Zn give ZnSO4 + Cu. ഇവിടെയും എന്താ നടന്നത്? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അപ്പോൾ സിംഗിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എഴുതിയാൽ മതി. A student took sodium sulfate solution in a test tube and add barium chloride. അപ്പോൾ റിയാക്ഷൻ എങ്ങനെ വരും? Na2SO4 + barium chloride BaCl2. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? He observed that an insoluble substance has formed. The color and molecular formula of the insoluble substance. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലേ? NAയും Cl2, then BAയും SO4. എന്ത് കിട്ടും? BAയും SO4 ആണെങ്കിൽ ബേരിയം സൾഫേറ്റ്. then NAയും Cl. ഇക്വേഷൻ ബാലൻസ്ഡ് ആക്കുകയാണെങ്കിൽ 2NaCl എന്ന് കിട്ടും. അപ്പം ഇതിൽ ഇൻസോളബിൾ സബ്സ്റ്റൻസ് ഏതായിരിക്കും? ബേരിയം സൾഫേറ്റ്. ഓപ്ഷൻ നോക്കിക്ക്, ബേരിയം സൾഫേറ്റ് വരുന്നത് സിയും ഡിയും വരുന്നുണ്ട്. ഈ സൊല്യൂഷൻ്റെ ഇൻസോളബിൾ സബ്സ്റ്റൻസിൻ്റെ കളർ വൈറ്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. When potassium iodide solution is added to a solution of lead nitrate in a test tube, a precipitate is formed. A. What is the color of this precipitate? Name the compound precipitated.
ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓൾറെഡി തന്നിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്, ആക്ടിവിറ്റി ആണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, 2Ki പ്ലസ് PbNO3 ടോയ്സ് ഗീവ് 2KNO3 പ്ലസ് PbI2. ഇതിൽ പ്രസിപ്പിറ്റേറ്റ് ഏതായിരിക്കും? ഇൻസോൾയുബിൾ PbI2 ആണ്. അതിൻ്റെ കളർ എന്താണ്? യെല്ലോ. സോ ദ കളർ ഈസ് യെല്ലോ ആൻഡ് ദ ഇൻസോൾയുബിൾ സബ്സ്റ്റൻസ് ഈസ് PbI2. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇക്വേഷൻ ആണ് ചോദിച്ചത്, കെമിക്കൽ ഫോർമുലാണ് ചോദിച്ചേക്കുന്നത്. സോ അത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി സി എന്താണെന്ന് നോക്കാം. ലിസ്റ്റ് 2 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഇൻ വിച്ച് ദിസ് റിയാക്ഷൻ ക്യാൻ ബി പ്ലേസ്ഡ്. അതായത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും ടൈപ്പ് ഓഫ് റിയാക്ഷൻ? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. വേറൊരു പേരും കൂടി ഉണ്ട്, അത് നെയിം ഈസ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 10. Select the appropriate state symbols of the products given as X and Y in the following chemical equation by choosing the correct option from the table given below. The chemical equation താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഭാഗത്തിൽ എക്സും വൈയും തന്നിട്ടില്ല, സ്റ്റേറ്റ് ഏതാന്ന് തന്നിട്ടില്ല. ഇനി നോക്കിക്കേ, H2 എന്തായിരിക്കും? കൂടുതലും ഗ്യാസസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. സോ ഓപ്ഷൻസ് നോക്കിക്കേ, ABCD. ഇതിൽ വൈ ഗ്യാസ് വരുന്നത് ഓപ്ഷൻ ബി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എക്സും ഏത് തന്നെയായിരിക്കും? അക്യൂസ് ആയിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി.